നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്ത് സാഹചര്യത്തിൽ ഇവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് നമുക്ക് അറിയില്ലല്ലോ. ആദ്യം അവള് നന്നായിട്ടൊന്ന് ഉറങ്ങട്ടെ. നാളെ രാവിലെ നമുക്ക് സമാധാനമായിട്ട് ചോദിക്കാമേ. അത് പോലും അമ്മ. നമുക്കറിയാലോ ജ്യോതി അങ്ങനത്തെ കുട്ടിയല്ലെന്ന്. யாரென்ன சொன்னாலும் അമ്മ അവരെ നന്നാ തന്നെ വളർത്തിയത്. അറിയാലോ ശരവണ, നിനക്കറിയാലോ. എത്രയോ കാലായിട്ട് ഈ വീട്ടിൽ കഴിയുന്ന നിനക്കും അറിയാം. പക്ഷെ കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ഇവക്കറിയില്ല. ബോധത്തോടെ നിന്ന് കുറ്റം പറയുന്ന ഇവനും അതറിയില്ല. എന്റെ മക്കളെ ഞാൻ സ്നേഹിക്കുന്ന പോലെ വേറെ ആരും സ്നേഹിക്കുന്നുണ്ടാവില്ല. എന്റെ മക്കളെ ഞാൻ നേർവഴിക്ക് നടത്തിയതുപോലെ വേറെ ആരും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ കരുതിയിരുന്നത്. ആദ്യം ഇവൻ ഒരുത്തന്റെ മുമ്പിൽ, ഇപ്പൊ ഇവളുടെ മുമ്പിൽ ഞാൻ തോറ്റില്ലാതായി. ഇനി എന്ത് തരത്തിലുള്ള അമ്മയെന്നാ എന്നെ വിളിക്കേണ്ടത്? മകനെയും മകളെയും നേരെ വളർത്താൻ പ്രാപ്തിയില്ലാത്ത ശാപം കിട്ടിയവളെന്നാണോ? എഴുന്നേക്കടി, എഴുന്നേക്ക്. മാറി നിൽക്കുന്നെന്തിയാ? എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? പറയാൻ കൊന്നു കളഞ്ഞേക്കമ്മേ. കഴുത്ത് ഞെരിച്ചങ്ങ് കൊന്നു കളഞ്ഞേക്ക്. അപ്പൊ പിന്നെ അമ്മയ്ക്ക് മറ്റാരുടെ മുമ്പിലും നാണം കടേണ്ടി വരില്ലല്ലോ. അമ്മ ഒരു വാക്ക് പറഞ്ഞ ഈ നിമിഷം ഞാനവളെ കൊന്നു കളഞ്ഞേക്കാം. അല്ലെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോ ഇവളും ഈ നിൽക്കുന്നവളും കൂടി അമ്മയെ വിശ്വസിപ്പിക്കാൻ പുതിയ കഥയായിട്ട് വരും. ആ കഥയില് ഈ അവസ്ഥയിൽ കിടക്കുന്ന അമ്മയുടെ മോള് നന്മ മാത്രം ചെയ്യുന്നവളായിരിക്കും. അതിന് വേണ്ട ബുദ്ധിയൊക്കെ അമ്മയുടെ മരുമോൾ കൊണ്ട്. അതിനുവേണ്ടി മനസ്സ് മാറാൻ നിൽക്കണ്ട. അതിനു മുമ്പ് ഇവിടെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാനാ പറഞ്ഞത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.